ഹായ് ഡിയേഴ്സ്, ഞാൻ ഡോക്ടർ മറിയ കുർഷദിൻ്റെ ഒരു ഓൺലൈൻ കൺസൾട്ടൻസിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫീഡ്ബാക്ക് ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനൊക്കെ ഇതായിട്ട് എനിക്ക് ഇന്ന് ഡോക്ടറിൻ്റെ സൈഡിൽ നിന്ന് ഒരു റിപ്ലൈ വന്നു. ഞാൻ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സോ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് 8th ജൂണിൽ ഞാൻ ഈ മെഡിസിൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡോക്ടറിൻ്റെ ഒരു ഇൻസ്റ്റയിലെ പോസ്റ്റിൽ കമൻറ്റ് ചെയ്തത് ഡോക്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ അടുത്ത്. സോ 12th ഡോക്ടർ ഒരു മെസ്സേജ്, അതായത് ഒരു ഹായ് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ പേരും കാര്യമൊക്കെ പറഞ്ഞു, പക്ഷേ പിന്നെ ഞാൻ കൂടുതൽ റെസ്പോണ്ട് ചെയ്യാനൊന്നും പോയില്ല. 12th തന്നെ ഡോക്ടർ എനിക്ക് വാട്സാപ്പിൽ ഹായ് എന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു, ഹായ് മാം എന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനും റെസ്പോണ്ട് ഒന്നും ചെയ്തില്ല. ഞാൻ അതൊരു ചാപ്റ്റർ അങ്ങനെ തന്നെ വിട്ടു. നമുക്ക് പറ്റിയൊരു അബദ്ധം, അത് അങ്ങനെ തന്നെ വിട്ടു. സോ ഇന്ന് മോർണിംഗിൽ എനിക്ക് വന്ന മെസ്സേജാണ്, ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണമാണ് ഫോളോ അപ്പ് കാര്യങ്ങൾ. സോ പ്രോഡക്റ്റ് എങ്ങനെയുണ്ടെന്നും കംഫർട്ടബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതെന്നും അതേപോലെ ഡോക്ടറുമായിട്ടൊരു കൺസൾട്ടേഷൻ അറേഞ്ച് ചെയ്യാമെന്നും പറഞ്ഞൊരു മെസ്സേജാണ് ഇന്ന് മോർണിംഗ് 9:28 വന്നത്. സോ ഇന്ന് 9:28 എന്ന് പറയുമ്പോൾ 29th ജൂണിൽ നടന്ന സംഭവമാണ് ഈ പറയുന്നത്. സോ ഞാൻ പറഞ്ഞു, ഇല്ല വേണ്ട, എനിക്ക് ഈ ചൊറിച്ചിൽ കാരണത്താൽ ഞാനത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു, മാം തന്ന പ്രോഡക്റ്റ്സ് ഒക്കെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു, എന്നിട്ട് ഞാൻ അടുത്തൊരു ഡോക്ടറിനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എനിക്ക് അയച്ചൊരു വോയിസ് ആണ്, അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ടെക്നിക്കലി കുറേ കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് കാര്യങ്ങളിൽ അതാണ് ലാഗ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ചെക്ക് ചെയ്തതിൻ്റെ കൂട്ടത്തിലായിരുന്നു നമ്മൾ ഈ ഒരു മെസ്സേജ് കണ്ടത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ബർത്ത്ഡേ വരെ വിഷ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എനിക്ക് ബേസിക് ഒരു കേർട്ടസി ഉണ്ടെന്ന് തോന്നി ഞാൻ തന്നെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട്. അപ്പം അതായിരുന്നു. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ടീം അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. എനി ടൈം അത് പ്രശ്നമില്ല. അപ്പോൾ പിന്നെ പ്രോഡക്റ്റിൽ ഞാൻ ലാസ്റ്റ് മെസ്സേജ് നോക്കിയപ്പോഴേക്കും, കാരണം ഓരോന്നായിട്ട് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പം അതിൽ മാം കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കോട്ടക്കലിൻ്റെ ബേബി സോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ബെറ്റർ നമ്മൾ ഒരു ഇത് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇപ്പം ഏതെങ്കിലും മാമിന് ഇറിറ്റേഷൻ അങ്ങനെ ഏത് പ്രോഡക്റ്റ് ആണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അപ്പം അത് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാണ് ഞാനൊരു ഫ്രീ ആവുന്ന ടൈമിൽ മാം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫീസ് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ തന്നൊരു മെഡിസിൻ്റെ റിവ്യൂ നമുക്കൊന്ന് അറിയണമല്ലോ. അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ്, മെഡിസിൻ അല്ല ട്രീറ്റ്മെൻറ്റ്. ഇപ്പം മാം കൊച്ചിയിലാകുമ്പോഴേക്കും നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഇപ്പം പ്രോഡക്റ്റ് വഴി മാത്രമേ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളത് പറഞ്ഞാണല്ലോ കൺസൾട്ടേഷനിൽ. അപ്പം അത് മെഡിസിൻസും ബാക്കി എങ്ങനെയാണ് മാമിന് ഓക്കെ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ എന്നുള്ളത് നോക്കാനായിട്ടായിരുന്നു കേട്ടോ. അപ്പം എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മുടെ ടീമിൽ നിന്ന് അസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയിച്ചാൽ മതി കേട്ടോ. ഈ ഒരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം കുറച്ച് ലാഗ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് നമ്മൾ ഇത് ചോദിക്കുകയാണ്, എന്താ പറയുന്നത്, സോറി ചോദിക്കുകയാണ്. കാരണം ഇതൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ് ഒരു ഫേസ് ആണല്ലോ, കുറേ കാര്യങ്ങൾ ഇത് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു പാർട്ടാണ്. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി കേട്ടോ. ഡോക്ടർ വളരെ നല്ല രീതിയിലൊക്കെയാണ് നമുക്ക് റെസ്പോണ്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഡോക്ടർ ഇതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, കോട്ടയ്ക്കൽ ഒരു സോപ്പ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം ഇഷ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ക്ലാരിഫൈ ചെയ്തു. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഡോക്ടറായിട്ട് ഡിസ്കസ് ഒന്നും ചെയ്തില്ല. ഡോക്ടറിനോട് പറഞ്ഞു, ഞാനിതൊരു ലാസ്റ്റ് 1 year ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്, എനിക്ക് അപ്പോഴൊന്നും ഈ ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല ഈ പറയുന്ന ഒരു സോപ്പ് കൊണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഈ ഇച്ചിങ് കാര്യങ്ങൾ കൂടിയത് കാരണം അത് മാറ്റാൻ വേണ്ടി ഞാൻ വേറൊരു ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്തു. അപ്പോൾ ആ ഡോക്ടർ തന്നിരിക്കുന്ന പ്രോഡക്റ്റ്സ് ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോഴും ഞാൻ ഈ പറഞ്ഞ ബേബി സോപ്പ് തന്നെയാണ്, അതായത് കോട്ടക്കലിൻ്റെ ബേബി സോപ്പ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് എനിക്ക് ചൊറിച്ചിൽ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എനിക്ക് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ചൊറിച്ചിൽ കാര്യങ്ങൾ വരുന്നത് ഈ പറയുന്ന ടാങ്ക്രോസ്, മെസോഡ്യൂ, പിന്നെ ഒരു ഗ്ലൂട്ടോണിൻ്റെ ഒരു പിഗ്മെൻറ്റേഷൻ സിറം എനിക്ക് ഡോക്ടർ തന്നത് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇച്ചിങ് ഫീലിംഗ് വന്നത്. അല്ലാതെ ഞാൻ ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്താലും എൻ്റെ മുഖത്തുള്ള റാഷസ് കൂടും, അല്ലെങ്കിൽ ഒരു ഡൾനെസ് വരും എന്നുള്ളൊരു പ്രശ്നം തന്നെ എനിക്ക് വന്നിട്ടുള്ളൂ. അപ്പം പിന്നെ ഞാൻ പണ്ട് കൊട്ടയ്ക്കലിൻ്റെ ഒരു കുങ്കുമാതി തൈലം യൂസ് ചെയ്തത്, ഒരു നിയർലി ഒരു 15+ years ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സഡൻലി എനിക്ക് പെട്ടെന്ന് അത് ഒരു ചെറിയൊരു ഇച്ചിങ് പോലെ തോന്നി, ഞാനത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തതായിരുന്നു. അല്ലാതെ എനിക്ക് ഇച്ചിങ് പ്രശ്നങ്ങളൊന്നും മറ്റ് പ്രോഡക്ട്സിൽ നിന്നൊന്നും ഇതുവരേക്കും വന്നിട്ടില്ല. സോ ഞാനത് ഡോക്ടറിനോട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഡോക്ടർ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന താങ്ക്സ് ഒക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ വേറൊരു ഡോക്ടറിനെ കണ്ടതിലും സന്തോഷമാണ്, നിങ്ങളുടെ അതായത് ട്രീറ്റ്മെൻ്റ് ഒക്കെ നല്ല രീതിയിൽ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിഷ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് തന്നിരിക്കുന്നത്. പിന്നെ നമ്മളോട് പറഞ്ഞു അവരുമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ്, ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് സാറ്റിസ്ഫൈ
കറക്റ്റ് ആവാത്തത് കൊണ്ട് അവർ സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്പോളജൈസ് ചെയ്തു. അതിനുശേഷം അവരെനിക്കൊരു 500 റുപ്പീസ് എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആക്കി തന്നു. 500 എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസൾട്ടേഷൻ ഫീസാണ്. അത് കഴിഞ്ഞിട്ട് അവർ അവിടെ തന്നെ പറയുന്നുണ്ട് റീഫണ്ട് ചെയ്തിട്ടുണ്ട്, കൺസൾട്ടേഷൻ ഫീസ് റീഫണ്ട്, അതായത് ചില ഇഷ്യൂസ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് കൊണ്ട് റീഫണ്ട് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് എൻ്റെ പാർട്ട് 1 വീഡിയോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്തുവാന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് വന്ന് ഇങ്ങനെ ഒരു ഇത് നടന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കാര്യം ഒരു 6 മന്ത്സ് ഓളമായി ഞാൻ ഈ ഒരു കാര്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതും അതേപോലെ ഒരു ഇച്ചിങ് പ്രശ്നമുണ്ടെന്ന് ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞപ്പോഴും എനിക്ക് അതിനായിട്ടൊരു പ്രോപ്പർ സൊല്യൂഷൻ ഇന്നേക്ക് വരെ തന്നിട്ടില്ല. എപ്പോഴും ആ ഒരു പ്രോഡക്റ്റ് മാറ്റി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഉപയോഗിച്ച് നോക്കുക, അല്ലെങ്കിൽ വൺ ബൈ ആയിട്ട് ഉപയോഗിച്ച് നോക്കുക എന്ന് പറഞ്ഞു തരുന്നേ അല്ലാതെ എനിക്ക് വേറൊരു സൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ ഡോക്ടർ ഈ 500 റുപ്പീസ് ഞാൻ പിന്നെ ഇതിനൊന്നും റിപ്ലൈ പറഞ്ഞില്ല കേട്ടോ. ഞാൻ അവിടെ ഈ ഒരു കോൺവെർസേഷൻ, ഈ ഒരു സംഭവം ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതേപോലെ എനിക്ക് തന്നെ ഈ 500 റുപ്പീസ് തരുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കൺസൾട്ടേഷൻ ഫീസാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ നിന്നൊരു 2000 എബവ് റുപ്പീസ് വരുന്ന പ്രോഡക്റ്റ്സാണ് ഞാൻ വാങ്ങിയത്. അത് ഫുള്ളി എനിക്ക് വേസ്റ്റായി. അതേപോലെ തന്നെ എനിക്ക് ഇവിടുത്തെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഫേസിൽ ഫുള്ള് റാഷസ് വന്നു, ചൊറിച്ചിൽ വന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്യേണ്ടി വന്നു. അവിടെയും നമ്മൾ ഇതേപോലെ കാശ് കൊടുത്ത് പ്രോഡക്റ്റ്സ് വാങ്ങേണ്ടി വന്നു. സോ അതൊരു വലിയൊരു നഷ്ടം തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇവരുടെ എന്ത് ടെക്നിക്കൽ ഇഷ്യൂ ആയാലും എന്ത് പ്രശ്നമായാലും കൊണ്ട് നമുക്ക് ഫേസ് ചെയ്ത പ്രശ്നം വളരെ കൂടുതലാണ്. പിന്നെ ഞാൻ പോയ ഡോക്ടർ എന്നോട് ജസ്റ്റ് ചോദിച്ചൊരു കാര്യമാണ്, ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് തന്നിട്ട് അത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ചൊറിച്ചിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിച്ചുകൂടാ എന്ന് പറയാൻ പോലും മനസ്സ് കാണിക്കാത്തൊരു ഡോക്ടറിനെയാണോ നിങ്ങൾ പോയി കൺസൾട്ട് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ശരിയാണ്. അപ്പം ഞാൻ ആലോചിച്ചു, ഈവൻ ഏതൊരു പ്രോഡക്റ്റ് ആയാലും നമുക്ക് ചൊറിച്ചിലുണ്ടായാൽ പിന്നെ അത് ഉപയോഗിക്കരുത് എന്നുള്ളത് തന്നെയാണ് ബേസിക് ആയിട്ടുള്ളത്. പക്ഷേ ഞാൻ അപ്പോഴും അവരെ ട്രസ്റ്റ് ചെയ്യുകയാണ്. കാര്യം ഇവരത്രയും ഇതായിട്ടാണ് നമ്മുടെ അടുത്ത് യൂട്യൂബിലും ഇതിലും എല്ലാം പറയുന്നത്. സോ ഇവർക്ക് അറിയാമായിരിക്കാം, ഇവരിത് സോർട്ട് ഔട്ട് ചെയ്തെടുക്കുമായിരിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടല്ലോ. ആ പ്രതീക്ഷയാണ് കംപ്ലീറ്റ്ലി ഒറ്റ ഒരു ഇത് കൊണ്ട് ഇല്ലാണ്ടാക്കി കളഞ്ഞിരിക്കുന്നത്. സോ എനിക്ക് ഇവരോട് ഇപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇനിയെങ്കിലും ഇങ്ങനെ ആരെയും പറ്റിക്കരുത്. നമ്മളെല്ലാവരോടും പറയാനുള്ളത് ഇനിയും ഇതുപോലെ ആളുകളിൽ നമ്മൾ പറ്റിക്കപ്പെടരുതെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇതോടുകൂടി ഇവിടെ നമ്മൾ ഡോക്ടർ മരിയ ഘോഷ് ചാറ്റും കാര്യങ്ങളും ഒക്കെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഡോക്ടർ ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചാലോ ഒന്നും ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇതോടുകൂടി സ്റ്റോപ്പ് ചെയ്യുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അതേപോലെ നിങ്ങൾ ഇനി ഒരു ഡെർമറ്റോളജിസ്റ്റിനോ ഏതോ ഒരു ഫീൽഡ് ആയിക്കോട്ടെ എവിടെ പോയി കാണുകയാണെങ്കിലും നന്നായിട്ട് നോക്കി ശ്രദ്ധിച്ച് മാത്രം പോയിട്ട് നമ്മൾ നോക്കുക. ഒന്നാമതേ നമ്മുടെ ഫേസിൻ്റെ കാര്യമാണ്. അത് ഏതായാലും സ്കിന്നോ തലയോ ഏതോ ആയാലും എന്തൊരു സംഭവം ആയാലും നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം പറയാൻ. പിന്നെ റിവ്യൂസ് കണ്ട് നമുക്ക് നോക്കാൻ പോവാന്നൊക്കെ പറയുന്നു. ഒരു മെജോറിറ്റി ആൾക്കാർ നമ്മൾ ഗൂഗിളിലായാലും എല്ലാം ഇവരുടെ ആൾക്കാരെ കൊണ്ട് തന്നെ ഇവർ റിവ്യൂസ് ഇട്ട് വെക്കുന്നുണ്ട്. അത് ചില പ്രോഡക്റ്റ്സ് നോക്കിയാലും ഒക്കെ നമുക്കറിയാം എല്ലാം വലിയ പെർഫെക്റ്റ് ആയിട്ടൊക്കെ പറയുന്നവരുണ്ട്. സോ അങ്ങനെയും റിവ്യൂസ് ഇട്ട് അവരുടെ ആ പറയുന്ന ക്ലിനിക്ക് നല്ലതാക്കി കാണിക്കാൻ നോക്കുന്നവർ കുറേ പേരുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇവരുടെ അടുത്തേക്കൊക്കെ ചെല്ലാൻ. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.